Hello all, I am Amal GS and welcome to a session on chemical reaction engineering. In the tutorial session, നമ്മൾ കുറച്ച് numericals discuss ചെയ്യാൻ പോവാണ്. So first numerical, അതൊരു numerical question തന്നെയാണ്. The conversion of a first order liquid phase reaction A giving B in a CSTR is 50%. If another CSTR of the same volume is connected in series, then the percentage conversion at the exit of the second reactor. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു CSTR ഉണ്ടായിരുന്നു. We had a CSTR. Okay, A giving B എന്ന റിയാക്ഷൻ അതിൽ നടക്കുന്നു. അതിൻ്റെ കൺവേർഷൻ 80% എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇനി if another CSTR of the same volume, അപ്പോൾ ഇതിൻ്റെ വോളിയം B ആണ്. അപ്പോൾ ഇതേ വോളിയത്തിലുള്ള വേറൊരു CSTR നമ്മൾ എടുക്കുകയാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇങ്ങനെയാണ് സീരീസ് അറേഞ്ച്മെൻറ്റിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും എ ഗിവിങ് ബി ആണ് റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ആയിരിക്കും, ഓർഡർ 1 ആണ്, ഇവിടെയും 1 ആണ്. കൺവേർഷൻ ഇവിടെ 50% തന്നെ. സെയിം വോളിയം ആണ്, വോളിയം സെയിം ആണ്. ദെൻ ദി പെർസെൻറ്റേജ് കൺവേർഷൻ അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി സെക്കൻഡ് റിയാക്ടർ. അപ്പോൾ ഇവിടുത്തെ കൺവേർഷൻ എത്താനാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ഇനീഷ്യലി CA0 ആണ് ഇവിടെ ഉള്ളത് നമുക്ക്. ഓക്കെ, അപ്പം ഇവിടെ ഇത് ഈ പോയിന്റ് 1ഉം ഈ പോയിന്റ് 2 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ CA1ഉം ഇവിടെ CA2 ആണ് ഉള്ളത്. അപ്പോൾ എനിക്ക് CA1ഉം കണ്ടുപിടിക്കണം, CA2ഉം കണ്ടുപിടിക്കണം. അപ്പോൾ എ ഗിവിങ് ബി റിയാക്ഷൻ നടക്കുകയാണ്. കൺവേർഷൻ നമുക്കറിയാം, എന്താ XA is equal to 0.5. ഇത് ഫ്രാക്ഷണൽ കൺവേർഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൺവേർഷനാണ് തന്നിരിക്കുന്നത്. XA ഡിഫൈൻ ചെയ്യുമ്പോൾ × 100 ഇല്ല. അപ്പോൾ × 100 മാറ്റി 0.5 എടുക്കാം. ഇനി അതെന്താ, ദാറ്റ് ഇസ് CA0 മൈനസ് CA1. ഇവിടുത്തെ XA1 നമുക്ക് എടുക്കാം. XA1ഉം XA2 ഡിവൈഡഡ് ബൈ CA0, അല്ലെങ്കിൽ 1 മൈനസ് CA1 ബൈ CA0 is 0.5 or CA1 is equal to 0.5 CA0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തേത് കിട്ടിക്കഴിഞ്ഞു, 0.5 CA0 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് XA1. ഇനി XA2 0.5 തന്നെ, കാരണം അതേ റിയാക്ഷൻ അതേ വോളിയമുള്ള റിയാക്ടറിൽ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെ എന്താ XA2 അതായത് സെക്കൻഡ് റിയാക്ടറിൻ്റെ ഇനീഷ്യൽ എന്താ CA1 ആണ്. അപ്പം CA1 മൈനസ് XA2ൻ്റെ ഔട്ട്പുട്ടിൽ CA2 ആണ്. CA2 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഫോർ ദി സെക്കൻഡ് റിയാക്ടർ, അതെന്താണ് CA1 ആണ്, ഡിവൈഡഡ് ബൈ CA1. ഇനി CA1 ഇതിനെ മാറ്റി എഴുതിയാൽ 1 മൈനസ് CA2 ഡിവൈഡഡ് ബൈ CA1 എന്ന് കിട്ടും. ഓർ CA2 is 0.5 CA1 എന്ന് കിട്ടും. ഓക്കെ, ഇനി CA1 എന്താ നമുക്കറിയാം ഓൾറെഡി, എന്താ 0.5 CA0 ആണ്. അപ്പം 0.5 ഇൻറ്റു 0.5 CA0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 CA0. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താ, വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് കൺവേർഷൻ അറ്റ് ദി എക്സിറ്റ്, അതായത് ഇവിടെ എത്ര കൺവേർഷൻ നടന്നു, അതായത് സെക്കൻഡ് റിയാക്ടറിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കൺവേർഷൻ കിട്ടിയെന്നാണ്. അപ്പോൾ അതിന് നമുക്ക് XAയുടെ ഫോമിൽ തന്നെ അപ്ലൈ ചെയ്യാം. XA, അപ്പോൾ എക്സിറ്റിലാണ് വേണ്ടത്. അപ്പോൾ എക്സിറ്റിലെ കോൺസെൻട്രേഷൻ CA2 ആണ്, മൈനസ് ഇൻലെറ്റിലെ കോൺസെൻട്രേഷൻ CA0 മൈനസ് എക്സിറ്റിലത് CA2 ഡിവൈഡഡ് ബൈ ഇൻലെറ്റിലത് CA0. അപ്പോൾ CA2 എന്താണ് 0.25 CA0 ആണ്. അപ്പം CA0 മൈനസ് 0.25 CA0 ഡിവൈഡഡ് ബൈ CA0. CA0 ത്രൂട്ട് ക്യാൻസൽ ചെയ്യാം. 1 മൈനസ് 0.25 0.75 ഇൻറ്റു 100, അപ്പോൾ 75% എന്ന് കിട്ടും. അപ്പം അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി റിയാക്ടർ, രണ്ടാമത്തെ റിയാക്ടറിൻ്റെ എക്സിറ്റിൽ ഫ്രാക്ഷണൽ കൺവേർഷൻ 75% ആണ്. സോ ആൻസർ വിൽ ബി ബോക്സ് ബി ആണ് ആൻസർ, 75. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, a second order reaction is to be carried out in 3 CSTR. 10, 15, 20. അപ്പം നമ്മൾ പറഞ്ഞു when n is greater than 1, order greater than 1 ആണെങ്കിൽ
നമ്മൾ ഏത് ഓർഡറിൽ വെക്കണം? സ്മോളർ CSTR ആദ്യം വെച്ച് ഫോളോഡ് ബൈ നെക്സ്റ്റ് ബിഗർ ആൻഡ് നെക്സ്റ്റ് ബിഗർ. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പം ദെയർ ഓർഡർ വിൽ ബി 10 ലിറ്റർ, 15 ലിറ്റർ, 20 ലിറ്റർ. ആദ്യം ചെറുത് വെക്കുക, പിന്നെ വലുത്, പിന്നെ അതിലും വലുത്. ഇനി ഓർഡർ ലെസ് ദാൻ 1 ആണെങ്കിൽ ലാർജസ്റ്റ് ഫസ്റ്റ് ഫോളോഡ് ബൈ സ്മോളസ്റ്റ്. ഓക്കെ, സോ ആൻസർ വിൽ ബി ബി. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷനാണിത്. സോ ആ റിസൾട്ട് ഓർമ്മയുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഇറ്റ് ഹിയർ. സിൻസ് ദി ഓർഡർ ഹിയർ ഇസ് ഗ്രേറ്റർ ദാൻ 1, the smaller CSTR followed by next larger followed by the largest size. Okay. In next question, the rate of a chemical reaction A giving B doubles as the concentration of A, Ca is doubled. The rate of the reaction is proportional to Ca raised to n, and what is the value of n for the reaction? അപ്പം റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ പവർ n എന്നാണ് തന്നിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന എന്താ? റേറ്റ് ഡബിൾ ചെയ്യും എപ്പോഴാണ്? കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ. റേറ്റ് 2RA ആക്കി ഞാൻ പ്രൊപ്പോർഷണൽ ടു 2CA പവർ n. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ ഡബിൾ ആയപ്പം റേറ്റും ഡബിളായി. നമുക്ക് വേണ്ടത് n ഓർഡർ എത്ര എന്നാണ്. സിമ്പിളാണ്, ഡിവൈഡ് ചെയ്യുക രണ്ടും കൂടെ. അപ്പം RA ഡിവൈഡഡ് ബൈ 2RA ഇസ് ഈക്വൽ ടു CA ഡിവൈഡഡ് ബൈ 2CA ദി ഹോൾ പവർ n. RA വെട്ടിപ്പോയി, CA വെട്ടിപ്പോയി. അപ്പം 1/2 ഇസ് ഈക്വൽ ടു 1/2 പവർ n. അപ്പോൾ അത് n എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. 0 അല്ല, n 1 ആകുമ്പോൾ 1/2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ ചെയ്താൽ മതി. ഒരു പ്രൊപ്പോർഷണാലിറ്റി പറയുക, അത് കഴിഞ്ഞിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് n-നെ ഇക്വലൈസ് ചെയ്താൽ മതി. സോ ആൻസർ വിൽ ബി ബി. ഇനി നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി റേറ്റ് ഓഫ് യൂണിറ്റ് ഓഫ് ദി ഫ്രീക്വൻസി ഫാക്ടർ ഇൻ അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ അറീനിയസ് ഇക്വേഷൻ നമ്മളിപ്പോൾ റിവൈസ് ചെയ്തിരുന്നു. K ഇസ് ഈക്വൽ ടു K0 e raised to minus EA ഡിവൈഡഡ് ബൈ RT ആണ്. ഇതിൽ K0 ആണ് ഫ്രീക്വൻസി ഫാക്ടർ അല്ലെങ്കിൽ അറീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പം LHSൻ്റെ യൂണിറ്റ് തന്നായിരിക്കണം RHSലും. എക്സ്പൊണൻഷ്യൽ ടേംസിന് യൂണിറ്റ് ഇല്ല, ദേ ആർ യൂണിറ്റ്ലെസ്. അപ്പം ബാക്കിയുള്ള ഒരേ ഒരു ടേം K0 ആണ്. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? മസ്റ്റ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് K. എന്നാലേ ഡയമെൻഷനലി ബാലൻസ്ഡ് ആകൂ ദി ഇക്വേഷൻ. അപ്പം ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. ആൻസർ ഈസ് എ. ഡിപ്പെൻഡ്സ് ഓൺ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ അല്ല, ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, S ഇൻവേഴ്സ്. ഇത് രണ്ടും യൂണിറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല നമുക്ക്, ഇത് അല്ല. സോ ഇറ്റ് ഈസ് സെയിം ആസ്, ഇത് ഫസ്റ്റ് ഓർഡറിന് മാത്രമാണ് വാലിഡ്. ഇറ്റ് ഈസ് സെയിം ആസ് ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ ആൻസർ ഈസ് എ. ഇനി അടുത്തത്, ഇൻ ആൻ ഐഡിയൽ ട്യൂബുലാർ ഫ്ലോ റിയാക്ടർ. ട്യൂബുലാർ ഫ്ലോ റിയാക്ടർ എന്ന് വെച്ചാൽ PFR തന്നെയാണ്, പ്ലഗ് ഫ്ലോ റിയാക്ടർ. അത് നമ്മൾ പൈപ്പ് വരച്ചിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും മാർക്ക് ചെയ്യുന്നതാണ് ട്യൂബുലാർ ഫ്ലോ റിയാക്ടർ. സോ അതിൽ ഓപ്ഷൻസ്, ദർ ഈസ് നോ മിക്സിംഗ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ശരിയാണ്, ആക്സിയൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് ഡയറക്ഷനിൽ മിക്സിംഗ് ഇല്ല. മിക്സിംഗ് എവിടെ മാത്രമേ ഉള്ളൂ? റേഡിയൽ ഡയറക്ഷനിൽ മാത്രമേ മിക്സിംഗ് ഉള്ളൂ. ആൻഡ് ദർ ഈസ് എ യൂണിഫോം വെലോസിറ്റി അക്രോസ് ദി റേഡിയസ്. വെലോസിറ്റി അക്രോസ് ദി റേഡിയസ് യൂണിഫോം ആണ്. സോ ഇതെല്ലാം ശരിയാണ്. സോ ആൻസർ ഇസ് ഡി, ഓൾ ABC. അപ്പോൾ അത് ട്യൂബുലർ റിയാക്ടറിൻ്റെ പ്രോപ്പർട്ടീസാണ്. നോ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ, മാക്സിമം ആക്സിയൽ റേഡിയൽ മിക്സിംഗ് ആൻഡ് യൂണിഫോം വെലോസിറ്റി അലോങ് ദി റേഡിയൽ ഡയറക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദി ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A giving B is 10 minutes. What percentage of A remains after 60 minutes? അതൊരു ന്യൂമറിക്കലാണ്, അത് രണ്ട് രീതി ചെയ്യാം. സോ T ഹാഫ് is 0.693 divided by K for a first order reaction. അതാണ് 10 മിനിറ്റ് എന്ന് തന്നിരിക്കുന്നത്. ഇനി T ഹാഫിൻ്റെ മീനിങ് എന്താ? അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ CA0 ആണ്. അത് CA0 0.5 CA0 ആകാൻ വേണ്ട സമയമാണെന്ത്? T ഹാഫ്, 1 T ഹാഫ്.
അതാണ് എന്ത് 10 minutes. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ടി ഹാഫ് നമ്മൾ എടുക്കുക. അപ്പം 10 മിനിറ്റ് 60 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 തവണ ടി ഹാഫ് സംഭവിച്ചാൽ ഇറ്റ് വിൽ ബി 60 minutes നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.5 CA0 ആണ്. അപ്പോൾ അതെന്താവണം? അതിൻ്റെ നേർപകുതിയാണ്. അപ്പം 0.5/2 ചെയ്താൽ മതി. 0.25 CA0 ആകാൻ എത്ര വേണം? 2 ടി ഹാഫ് വേണം. അതായത് 20 മിനിറ്റ് വേണം. ഇനി നെക്സ്റ്റ് ടി ഹാഫ് നമ്മൾ എടുക്കുകയാണ്. അപ്പം 0.25 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതെന്തായിട്ട് മാറണം? 0.125, അതായത് 0.25ൻ്റെ ഹാഫ് ആയിട്ട് കുറയണമെങ്കിൽ 3 ടി ഹാഫ് അല്ലെങ്കിൽ 30 minutes. ഓക്കെ, ഇനി ഇതുപോലെ എഴുതി പോകാം, തുടരാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഹാഫായിട്ട് കുറയുന്നത് നമുക്കറിയാം. ഒരു ടി ഹാഫ് 1 ടി ഹാഫ് എടുത്താൽ കോൺസെൻട്രേഷൻ ഹാഫായിട്ട് കുറയും. അപ്പം 2 ടി ഹാഫ് ആണെങ്കിൽ സ്ക്വയർ എടുക്കാം. 3 ടി ഹാഫ് 1/2 ക്യൂബ്. അതുപോലെ 6 ടൈംസ് ടി ഹാഫ് വേണം ഇവിടെ. അപ്പം 1/2 പവർ 6 ആയിട്ട് നമുക്ക് എടുത്താൽ മതി. ഓർ യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ ആൻഡ് ചെക്ക്. ഇങ്ങനെ എഴുതി ചെക്ക് ചെയ്താലും മതി. അപ്പം 0.5 പവർ 6 ആയിരിക്കും CA0. ദാറ്റ് വിൽ ബി ദി ലാസ്റ്റ് കോൺസെൻട്രേഷൻ. ഇനി നമുക്ക് വേണ്ടത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ. അപ്പം അത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് എ കിട്ടും. ഇനി 0.5/6, അപ്പം 5/6 ഡെസിമൽ ഇട്ടാൽ മതി. സോ ഇറ്റ് വിൽ ബി 0.015625 ഇൻറ്റു 100 ചെയ്താൽ 1.5625 എന്ന് കിട്ടും. ഓക്കെ, സോ അത് ജസ്റ്റ് ആ ടി ഹാഫിനെ ബേസ് ചെയ്തൊരു യൂണിറ്ററി കാൽക്കുലേഷനാണ്. സോ ആൻസർ വിൽ ബി B, 1.56. പെർസെൻറ്റേജ് ഓഫ് എ വിൽ ബി റിമൈനിങ് ആഫ്റ്റർ 60 minutes, അല്ലെങ്കിൽ 6 ടി ഹാഫ്സ്. 6 വട്ടം ടി ഹാഫ് സമയം പോയാൽ എത്ര ബാക്കി ഉണ്ടാവുമെന്നാണ് ചോദ്യം. ഓക്കെ, ഇനി 7th one. For an irreversible gas phase reaction 2A giving B, determine the fractional change in volume if the feed mixture is 50%. അപ്പോൾ അതൊരു ന്യൂമറിക്കലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം എന്താണ്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ അത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എപ്സിലോൺ. എപ്സിലോൺ എ. ഇനി എപ്സിലോൺ എക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. വോളിയം അറ്റ് ഫുൾ കൺവെർഷൻ, വോളിയം അറ്റ് x ഈക്വൽ ടു 1 മൈനസ് വോളിയം അറ്റ് 0 കൺവെർഷൻ ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് മാക്സിമം കൺവെർഷൻ. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ. ഓക്കെ, ഇനി വോളിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വോളിയം മുകളിലും താഴെ എല്ലാം വോളിയമാണ്. സോ വി ക്യാൻ ചേഞ്ച് ഇറ്റ് നമ്പർ ഓഫ് മോൾസ്. മോൾസിലേക്ക് വേണമെങ്കിലും മാറ്റാം. വോളിയവും നമ്പർ ഓഫ് മോൾസും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. സിൻസ് ഇറ്റ് ഈസ് എ ഡിവിഷൻ ഓപ്പറേഷൻ, കോമൺ എടുത്ത് ക്യാൻസൽ ഔട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. പ്രഷറിൻ്റെ ടേംസിലേക്ക് മാറ്റിയാലും ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇനി ഫീഡ് മിക്സറിൽ എന്താ പ്രത്യേകത? 50% എ ഉണ്ട്, 50% ഇനർട്ടുണ്ട്. ഇനർട്ടിൻ്റെ പ്രത്യേകത എന്താ? പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് വിൽ നോട്ട് റിയാക്ട്. അത് ആ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യില്ല. അപ്പം ഇനീഷ്യലി എത്ര ഇനർട്ടുണ്ടോ അത്രയും ഇനർട്ട് തന്നെ റിയാക്ഷൻ കഴിയുമ്പോഴും കാണും. അപ്പോൾ ഈ റിയാക്ഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 2A + I, I ആണ് നമ്മുടെ ഇനർട്ട്, വിൽ ബി ഗിവിങ് B + I. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു ബേസിസ് അസ്യൂം ചെയ്യാം. ബേസിസ് എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഒരു പോയിൻ്റാണ്. അപ്പം ബേസിസ് ഞാൻ 100 മോൾ ഫീഡ് എടുക്കുക, 100 മോൾസ് ഓഫ് ഫീഡ്. അപ്പം 100 മോൾ ഫീഡിൽ എന്തുണ്ട്? 50% എ, അതായത് 50 മോൾ എയും ഉണ്ട്, 50 മോള് ഇനർട്ടും ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ്. 2A + I ഗിവിങ് B + I. ഇനി വെൻ കൺവേർഷൻ ഈസ് ഈക്വൽ ടു 0, അതായത് റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ എന്തുണ്ട് റിയാക്ഷനിൽ? 50 മോൾ എ ഉണ്ട്, 50 മോൾ ഇനർട്ടുണ്ട്, ബിയും ഇല്ല, ഐയും ഇല്ല. ഇനി കൺവേർഷൻ മാക്സിമം ആണെങ്കിലോ, അതായത് എൻറ്റയർ റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്ട്സ്. എ ഉണ്ടാവില്ല,
ഇനർട്ട് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ നമുക്കിവിടെ 0 ആയിട്ട് തന്നെ വെക്കാം. ഇനി ബി എന്തായിരിക്കും? 2A ആണ് ബി തരുന്നത്. അതായത് 2 moles of A will give 1 mole of B. അപ്പോൾ ഇവിടെ നമുക്ക് 50 മോൾ A ഉണ്ട്. അപ്പോൾ 50ൻ്റെ പകുതി 25. അപ്പോൾ 25 മോള് ബിയും കിട്ടും. ഇനർട്ട് എത്ര ഉണ്ട്? 50 തന്നെ ബാക്കിയും കാണും. ഓക്കെ, അപ്പം വെൻ എക്സ് ഈക്വൽ ടു 0 വോളിയം നമുക്ക് ഞാൻ പറഞ്ഞു യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഈക്വലൻ്റ് ടു ദി നമ്പർ ഓഫ് മോൾസ്. 100 മോളുണ്ട്. ഫോർ ഫുൾ കൺവേർഷൻ 50 + 25 75 മോള് ബാക്കിയുണ്ട്. അപ്പോൾ എപ്സിലോണയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 75 - 100 divided by 100. So that will be -0.25. അപ്പം വോളിയം എന്നാണ് പറഞ്ഞെങ്കിലും ഇൻസ്റ്റെഡ് ഓഫ് വോളിയം വി ക്യാൻ ടേക്ക് ദി നമ്പർ ഓഫ് മോൾസ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഗ്യാസ് ഫേസ് റിയാക്ഷൻ. ഗ്യാസുകൾക്ക് വോളിയവും നമ്പർ ഓഫ് മോൾസും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ വിൽ ബി -0.25. The next question, for a single reactions, as the intermediate conversion increases, the total reactor volume required for plug flow reactor to achieve maximum conversion. അപ്പോൾ അതിൻ്റെ ആ പെർഫോമൻസ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ മതി. B divided by FA0 is equal to tau by CA0, that is equal to integral 0 to XA dXA divided by -RA. ഓക്കെ, FA0 അറിയാലോ, ഫീഡ് ഫ്ലോ റേറ്റ് ആണ്. CA0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, V is the volume of reactor, tau സ്പേസ് ടൈം, പിന്നെ dXA/-R. അപ്പോൾ ഇതിൽ വോളിയം ബാക്കിയെല്ലാം റീഅറേഞ്ച് ചെയ്താൽ FA0 × dXA/-R എന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ്റർമീഡിയറ്റ് കൺവേർഷൻസ് ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ റിയാക്ടർ വോളിയം എന്തെങ്കിലും പറ്റുമെന്നാണ്. ഇൻ്റർമീഡിയറ്റ് കൺവേർഷനെ ബാധിക്കില്ല, കാരണം ഇനീഷ്യൽ കൺവേർഷനെയും ഫൈനൽ കൺവേർഷനെയും മാത്രമേ ഈ വോളിയം ഡിപ്പെൻഡ് ചെയ്യൂ. ഇൻ്റഗ്രൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യൂ. സോ ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കണ്ടീഷൻ. ഇൻ്റർമീഡിയറ്റ് വാല്യൂ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള കൺവേർഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ ഇറ്റ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ഈ ടോട്ടൽ റിയാക്ടർ വോളിയം ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി എ കോൺസ്റ്റൻറ്റ്. ഇനി അടുത്തത്, ദി പ്ലോട്ട് ഓഫ് ലോഗ് ഹാഫ് ലൈഫ് വെർസസ് ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഹാവിങ് എ നെഗറ്റീവ് സ്ലോപ്പ് ഫോർ റിയാക്ഷൻസ് വിത്ത്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ടി ഹാഫിൻ്റെ ജനറൽ ഇക്വേഷൻ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2n - 1 - 1 divided by n-1 into CA0 1 - n divided by k. അപ്പോൾ ഇതിൽ ഇത്രയാണ് കോൺസ്റ്റൻറ്റ് ടേം. ഓക്കെ, അപ്പോൾ അതിൽ ഇതിൻ്റെ ലോഗ് ടി ഹാഫ് വെർസസ് ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഗ്രാഫ് വരച്ചാൽ 1 - n സ്ലോപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? 0 ആയാൽ 1 ആണ്, 1 ഇട്ടാൽ 0, 2 ആയാൽ നെഗറ്റീവ്. അപ്പം ഓർഡർ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 the slope will be negative. Slope 1 - n ആണ് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ്. സോ whenever the order is greater than 1 you will get the slope as negative. ഓക്കെ, അത് ആ ഇക്വേഷൻ അറിയാമെങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഫോർ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ A + 2B ഗിവിംഗ് പ്രൊഡക്ട്സ് ദി മോളിക്കുലാരിറ്റി ഇസ്. അപ്പം സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പം സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസ് ആർ ഓൾസോ കോൾഡ് ആസ് എലമെൻ്ററി റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ എലമെൻ്ററി റിയാക്ഷൻ എന്താ? ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, ആ സ്റ്റെപ്പിൽ തന്നെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പം എലമെൻ്ററി റിയാക്ഷൻ്റെ സിംഗിൾ സ്റ്റെപ്പിൽ എത്ര റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നുണ്ടോ ദാറ്റ് വിൽ ബി ദി മോളിക്കുലാരിറ്റി ഓഫ് ദി റിയാക്ഷൻ. അപ്പം ഒരു A ഉണ്ട്, 2 B ഉണ്ട്, ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് മോളിക്കുലാരിറ്റി വിൽ ബി 3. മോളിക്കുലാരിറ്റി 0 ആകാൻ പറ്റില്ല, ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്, നോ ഫ്രാക്ഷൻസ്. മാക്സിമം വാല്യൂ അതിന് 3 എടുക്കാൻ പറ്റുള്ളൂ. Then in which one of the following reactions the rate is independent of concentration of reactants? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് RA is equal to K
CA power 0. അതായത് റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. CA power 0 1 ആണല്ലോ. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പം കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവർ എന്താ, 0. സോ ഇറ്റ് വിൽ ബി എ 0 order reaction. Answer is A. Next question, which one of the following method is not suitable for determination of order of a reaction? ഡിഫറൻഷ്യൽ മെത്തേഡും ഇൻ്റഗ്രൽ മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റും ഓർഡർ കണ്ടുപിടിക്കാൻ. ആൻഡ് മെത്തേഡ് ഓഫ് ഐസൊലേഷൻ ഈസ് ഓൾസോ പോസിബിൾ. പക്ഷേ യൂസ് ഓഫ് റിയാക്ഷൻ റേറ്റ് പറ്റില്ല. അത് ഞാൻ പറഞ്ഞു. ഇപ്പം റിയാക്ഷൻ A+B ഗിവിങ് C, അതിൻ്റെ റേറ്റ് നമുക്ക് ചുമ്മാ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അൺലെസ് അൺടിൽ യു നോ വെദർ ദി റിയാക്ഷൻ ഇസ് എലമെൻ്ററി ഓർ നോട്ട്, യു കനോട്ട് പ്രെഡിക്റ്റ് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. സോ അതാണ് റിയാക്ഷൻ റേറ്റ് മെത്തേഡ്. ഇനി ഐസൊലേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ, സേ ഇഫ് യു ഹാവ് എ റേറ്റ് ഇക്വേഷൻ നമുക്കുണ്ട്, R is equal to concentration of A into concentration of B. നമുക്കിത് എക്സും വൈയും ആയിട്ട് ഇട്ടേക്കാം. K minus RA is equal to. ഓക്കെ, ഐസൊലേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എൻറ്റിറ്റിയുടെ കോൺസെൻട്രേഷൻ വളരെ വലുതാക്കും. ഓക്കെ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്. അതൊരു വലിയ വാല്യൂ, ഇപ്പോൾ 1000 10,000 ഒക്കെയാണ്, അത് റേസ് ടു 1 and 2 ഒക്കെ വന്നാലും ഇറ്റ് വിൽ നോട്ട് ഹാവ് മച്ച് എഫക്റ്റ്. അപ്പം അതിനെയും കെയും കൂടെ നമ്മൾ ക്ലബ് ചെയ്യും. അപ്പം K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B, എന്നിട്ട് ബാക്കിയുള്ളത് എന്താ, കോൺസെൻട്രേഷൻ ഓഫ് A പവർ X മാത്രം. എന്നിട്ട് വി വിൽ സ്റ്റഡി ദി റിലേഷൻ ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ഓഫ് A ആൻഡ് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആൻഡ് വി പ്രഡിക്റ്റ് ദി റേറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എയുടെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് വി സ്റ്റഡി ദി റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു B. അപ്പോൾ അതാണ് ഐസൊലേഷൻ മെത്തേഡ്. ദാറ്റ് ഈസ് ഓൾസോ എ മെത്തേഡ് യൂസ് ടു ഫൈൻഡ് ദി ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഇനി ദി ഫങ്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദി സിസ്റ്റം, അത് നമ്മൾ നേരത്തെ കണ്ട അത് തന്നെ. എപ്സിലോൺ എ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എപ്സിലോൺ എ V at x equal to 1 minus V at x equal to 0 divided by V at x equal to 1. അപ്പം 2A ഗിവിങ് 2B ആണ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഇനേർട്സ് ഒന്നുമില്ല, ഓൾ പ്യുവർ എ ആണ്. അപ്പോൾ നമുക്ക് ബേസിസ് ആയിട്ട് 100 മോൾ എ എടുക്കാം. ഓക്കെ, അപ്പം മൊത്തത്തിൽ 100 മോൾ എ ഉണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ B ഇല്ല, എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 100 മോൾ തന്നെ B ഉണ്ടാവും. എൻറ്റയർ എ വിൽ ബി കൺവേർട്ടഡ് ടു B. സോ എപ്സിലോൺ എ വിൽ ബി 100 minus 100 divided by 100, 0. Okay, so the fractional change in conversion, the fractional change in volume will be 0. Answer is box. Next, the rate determining step in a reaction consisting of a number of steps in series is the dash step. Okay, അപ്പം ഉദാഹരണത്തിന് ഇപ്പം A giving D ആണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ A giving B ഉണ്ട്, B giving C ഉണ്ട്, C giving D. This is the overall reaction. ഇതാണ് overall, and these are all the steps. ഓക്കെ, ഇതാണ് ഈ സ്റ്റെപ്സ് വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം സപ്പോസ് B giving C, ഈ റിയാക്ഷൻ വളരെ സ്ലോ ആണെന്ന് വെച്ചോ, വെരി സ്ലോ ആയിട്ടാണ് നടക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഈ മൊത്തം റിയാക്ഷനെ ഏതേ ബാധിക്കൂ? എ പെട്ടെന്ന് B കിട്ടും, C ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് D നമുക്ക് കിട്ടും. പക്ഷെ എന്താണ് പ്രശ്നം? ബിയിൽ നിന്ന് C ഉണ്ടാകണം, എന്നാൽ മാത്രമേ സിയിൽ നിന്ന് D ഉണ്ടാവുകയുള്ളൂ. സോ ദി പ്രോസസ് ഓഫ് മേക്കിംഗ് C ഫ്രം B ഈസ് വെരി സ്ലോ. അപ്പം ഈ പ്രോസസ്സ് ഇനിയും താമസിച്ചാൽ എന്ത് പറ്റും? A ഗിവിങ് D ഇനിയും താമസിക്കും. സോ ഇറ്റ് വിൽ ബി ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുള്ളൊരു റിയാക്ഷനിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അല്ലെ ആ സ്റ്റെപ്പിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ റിയാക്ഷൻ്റെ റേറ്റ് പ്രഡിക്റ്റ് ചെയ്യുക. ഫാസ്റ്റ് സ്റ്റെപ്പ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോകും. പക്ഷേ ഒരു സ്ലോ സ്റ്റെപ്പ് എത്തിയാൽ ദി റിയാക്ഷൻ വിൽ സ്റ്റോപ്പ് ദെയർ ആൻഡ് ഓൺലി ആഫ്റ്റർ ദാറ്റ് സ്ലോ റിയാക്ഷൻ ഇസ് കംപ്ലീറ്റഡ് ഇറ്റ് വിൽ പ്രൊസീഡ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ ദ ആൻസർ ഇസ് ബി, ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. 15.
The oxidation of ammonia to produce nitric acid is an example of. അത് ഒരു കോമൺ എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് കാറ്റലിറ്റിക് റിയാക്ഷൻ. അപ്പോൾ അത് റിയാക്ഷൻ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അമോണിയ എടുക്കും, അതിനെ ഓക്സിഡൈസ് ചെയ്യും, നമുക്ക് നൈട്രസ് ഓക്സൈഡും വാട്ടർ വേപ്പറും കിട്ടും. ഇനി നൈട്രസ് ഓക്സൈഡിനെ നമ്മൾ ഫർദർ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് NO2 കിട്ടും, നൈട്രസ് ഓക്സൈഡ് കിട്ടും. നൈട്രസ് ഓക്സൈഡിനെ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് HNO3 കിട്ടും. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാറ്റിനം. അപ്പോൾ ഇതെല്ലാം ഗ്യാസുകളാണ്. ഇവിടെ മാത്രം ഇത് ലിക്വിഡാണ്, ഇവിടെ അക്വസ് ആണ്. ഓക്കെ, സോ ഇതിൽ ഗേഷ്യസ് ഫേസ് ഉണ്ട്, പ്ലാറ്റിനം സോളിഡ് ആണ്, സോളിഡ് ഫേസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അക്വസും ഉണ്ട്. അപ്പം പല ഫേസുകളുണ്ട്. ആൻഡ് ദർ ഇസ് എ കാറ്റലിസ്റ്റ്. സോ ഇറ്റ് ഇസ് എ ഹെട്രോജീനിയസ് കാറ്റലിറ്റിക് റിയാക്ഷൻ. ഇനി 16th വൺ, അതൊരു ന്യൂമറിക്കലാണ്. ദി ഗ്യാസ് ഫേസ് റിയാക്ഷൻ 2A giving B is carried out in a plug flow reactor. The feed consists of so and so. Conversion of A at the exit is given 50%. Then CA by CA0 എന്താണെന്നാണ്. അപ്പോൾ ഇതൊരു വേരിയിങ് വോളിയം റിയാക്ടറാണ്, കാരണം ഗ്യാസുകളാണ് റിയാക്ട് ചെയ്യുന്നത്. സോ ദി സിസ്റ്റം വിൽ ബി എ വേരിയിങ് വോളിയം സിസ്റ്റം. അപ്പം വേരിയിങ് വോളിയം സിസ്റ്റത്തിൽ ദർ ഇസ് ആൻ ഇക്വേഷൻ CA is equal to CA0 into 1 minus XA divided by 1 plus epsilon A XA. ടേംസ് എല്ലാം അറിയാമല്ലോ. CA കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടൈം T, CA0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, XA is the conversion, epsilon A is the fractional change in volume. ഇതിലിപ്പം CA by CA0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം CA0 ഇങ്ങോട്ട് എടുക്കാം. So it will be 1 minus XA by 1 plus epsilon A XA. unknown XA മാത്രമേ, epsilon A മാത്രമേ ഉള്ളൂ. അപ്പോൾ epsilon A എന്തായിരുന്നു? Epsilon A is the volume at conversion is equal to 1 minus volume at conversion is equal to 0 divided by volume at conversion is equal to 1. അപ്പം റിയാക്ഷൻ 2A giving B ആണ്. അതിൽ 80% A ഉണ്ട്, 20% ഇനട്സും ഉണ്ട്. അപ്പം ബേസിസ് നമുക്ക് ബേസിസ് എന്തായിട്ട് എടുക്കാം? 100 മോൾ ഓഫ് ഫീഡ് എന്ന് എടുക്കാം. ഓക്കെ, 100 മോള് ഫീഡ് എടുക്കുകയാണ്. അതിലപ്പം 80 മോള് എയും 20 മോള് ഐയും ഉണ്ട്. ഇനി റിയാക്ഷൻ ഒന്ന് മാറ്റി എഴുതാം. 2A plus I giving B plus I. ഇനർട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പം വെൻ കൺവേർഷൻ ഇസ് 0, 80 മോൾ എയും 20 മോൾ ഇനർട്ടും, ബിയും ഇല്ല, ഇപ്പുറത്തായി നമ്മൾ കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇനി കൺവേർഷൻ മാക്സിമം ആകുമ്പം ഫുൾ എ റിയാക്ട് ചെയ്യും, അതുപോലെ ഇനർട്ട് അപ്പുറത്ത് മൊത്തത്തിൽ എത്തും എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി 2 മോൾ എ റിയാക്ട് ചെയ്താൽ 1 മോൾ ബി. അപ്പം 80 മോൾ റിയാക്ട് ചെയ്താൽ 40 മോൾ ബാക്കി കിട്ടും. അപ്പം 40. അപ്പം ഇവിടെ 60, ഇവിടെ 80. അപ്പം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 60 minus 100 divided by 100. by 100, അത് minus 0.4 എന്ന് കിട്ടും. അപ്പോൾ XA കിട്ടി, minus 0.4 എപ്സിലോൺ എ, XA 0.5 ആണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 minus 0.5 divided by 1 plus minus 0.4 into 0.5. അപ്പോൾ മേളിൽ 0.5 കിട്ടും, താഴെ 1 minus 0.2, 0.8, 0.8, അപ്പം 5/8 കിട്ടും ആൻസർ. So the answer is 5/8. B ആണ് ആൻസർ. അപ്പോൾ അത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ you can directly solve it. For a variable volume system, CA by CA0 is equal to 1 minus XA by 1 plus epsilon A XA. എന്നിട്ട് epsilon A ഡിറ്റർമിൻ ചെയ്യുന്ന മെത്തേഡും ഓർത്ത് വച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഓവറോൾ റേറ്റ് ഓഫ് എ reaction for which the rate constant has the units. അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. -RA is equal to
minus RA is equal to DC minus dCA by dt, that is equal to KCA power n. ഇതാണ് ജനറൽ റേറ്റ് ഇക്വേഷൻ. ഇനി ഞാനിതിനെ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇവിടെ സി എയുടെ ഡയമെൻഷൻ മോൾ പെർ ലിറ്റർ ആണ്. ഇത് ടൈം 1 divided by ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. ഇവിടെയും മോൾ പെർ ലിറ്റർ ആണ്, മോൾ പെർ ലിറ്റർ പവർ n. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് കെയുടെ ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് കിട്ടും? കെ ഈസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ, ഡിനോമിനേറ്റർ ആണ്, മേളിൽ വരുമ്പോൾ നെഗറ്റീവ് സൈൻ, റേസ് ടു 1 മൈനസ് n ഡിവൈഡഡ് ബൈ 1 ബൈ ടൈം. അപ്പോൾ കെയുടെ ജനറൽ ഇക്വേഷൻ ആണ് കെ ഈസ് concentration raised to 1 minus n time inverse. Okay, so this is the general expression for the unit of rate constant. Okay, idil n enda, n will be the order of the reaction. n and this order of the reaction ആണ്. n കിട്ടിയാൽ റിയാക്ഷൻ്റെ ഓർഡർ നമുക്ക് മനസ്സിലാവും. ഇനി ചോദ്യം നോക്കുക. ഓവറോൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ ഫോർ വിച്ച് റേറ്റ് കോൺസ്റ്റന്റ് ഹാസ് ദി യൂണിറ്റ്. അപ്പം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട്, മോൾ പെർ ലിറ്റർ റേസ് ടു -3/2 ടൈം ഇൻവേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഓർഡർ കണ്ടുപിടിക്കാനാണ്. അപ്പം എന്ത് ചെയ്യുക? സിമ്പിൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുക. മോൾ പെർ ലിറ്റർ ആണ് എന്ത്? കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n ടൈം ഇൻവേഴ്സ്. അപ്പോൾ ടൈം ഇൻവേഴ്സ് ഓക്കെ ആണ്. ബാക്കി കോൺസെൻട്രേഷൻ ആണ് മോൾ പെർ ലിറ്റർ. അപ്പോൾ അതിൻ്റെ പവറും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പം 1 മൈനസ് n ഷുഡ് ബി ഈക്വൽ ടു -3/2. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു റിസൾട്ടാണ്. ഇവിടെ 1 മൈനസ് n ആണ്, ഇവിടെ -3/2 ആണ്. അപ്പോൾ n റീഅറേഞ്ച് ചെയ്താൽ 5/2 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ജനറൽ എക്സ്പ്രഷൻ ഓർത്ത് വെച്ചേക്കുക. മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n ടൈം ഇൻവേഴ്സ്, അതാണ് ദി ജനറൽ യൂണിറ്റ് ഫോർ ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ആൻ nth ഓർഡർ റിയാക്ഷൻ. അതിൽ നിന്ന് n കണ്ടുപിടിച്ചാൽ റിയാക്ഷൻ്റെ ഓർഡർ കിട്ടും. സോ ആൻസർ ഇസ് 5/2 ആണ് ആൻസർ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ അത് അറീനിയസ് ലോ ഒന്നുകൂടെ എഴുതിയാൽ മതി. കെ ഈസ് ഈക്വൽ ടു കെ നോട്ട് ഇ റേസ് ടു എ ഡിവൈഡഡ് ബൈ ആർ ടി. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, കോൺസെൻട്രേഷനെയോ മാസിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ബി. ഇനി സി. In a first order reaction, the time required to reduce the concentration of reactant from 1 mole per liter to 0.5 will be dash that required to reduce from 10 to 5. അപ്പോൾ അത് ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് എഴുതിയാൽ മതി. T is equal to ln KT is equal to ln CA0 by CA. ഓക്കെ, അപ്പം CA0 by ഇവിടെ രണ്ടും 1 0.5 ഹാഫാണ്, 10 5 ആയാലും ഹാഫാണ്. സോ ദി റേഷ്യോ ഈസ് നോട്ട് ചേഞ്ചിങ്. അപ്പോൾ ഈ RHS മാറില്ല. സോ ടൈം വിൽ ബി ദി സെയിം. ടൈം എന്തായിരിക്കും? കോൺസ്റ്റന്റ്, ഇറ്റ് വോണ്ട് ചേഞ്ച്, ഇറ്റ് വിൽ ബി ദി സെയിം. ഇവിടെ 1 0.5 ആക്കാൻ 50% കുറവ്, അതുപോലെ 10 5 ആവാനും 50%. അപ്പം ഈ റേഷ്യോ രണ്ടിടത്തും സെയിം ആയതുകൊണ്ട് ടൈം മാറില്ല. ആൻസർ ഇസ് സി. ഇനി നെക്സ്റ്റ് വൺ, അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇൻ ആൻ ഇറിവേഴ്സിബിൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ CSTR ആൻഡ് PFR ഓഫ് ദി സെയിം വോളിയം. ദി ലിക്വിഡ് ഫ്ലോ റേറ്റ്സ് ആർ സെയിം. ദി റിലേറ്റീവ് കൺവേർഷൻ. അപ്പോൾ ഒരേ റിയാക്ഷൻ നമ്മളൊരു CSTRലും PFRലും ചെയ്താൽ കൺവേർഷൻ ഏതിലായിരിക്കും കൂടുതൽ എന്നാണ് ചോദ്യം. അപ്പം ഫോർ ദി സെയിം ഡ്യൂട്ടി കൺവേർഷൻ വിൽ ബി മാക്സിമം ഫോർ എ PFR ഓൾവേസ്. എപ്പോഴും PFRനായിരിക്കും കൺവേർഷൻ കൂടുതൽ. So answer is box will be more in the PFR than in the CSTR. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഏതൊരു കേസ് എടുത്താലും the conversion will be more for a PFR. ഇനി a photochemical reaction is dash light. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. It is
ഇനീഷ്യേറ്റഡ് ബൈ ലൈറ്റ് ആണ് ആൻസർ എ. ഓക്കെ, ഇതിൽ ഡൗട്ട് വരുന്നത് ചിലർ ചിന്തിക്കും ഇറ്റ് ഈസ് കാറ്റലിസ്റ്റ് ബൈ ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ലൈറ്റ് അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഇനീഷ്യേറ്റഡ് ബൈ ലൈറ്റ്. തുടങ്ങാൻ മാത്രം ലൈറ്റ് മതി. സോ ദാറ്റ് ഈസ് എ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ light. The word is initiated, not catalyst. Next, the value of n for a chemical reaction whose reaction rate is Ca power n will be dash if the rate of the reaction increases by a factor of 8 when the concentration is doubled. അപ്പം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. പ്രൊപ്പോർഷണാലിറ്റി വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം RA proportional to Ca power n ആണ്. ഇനി എന്താ, കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് 8 ടൈംസ് ആയി. അപ്പം 8 ടൈംസ് RA പ്രൊപ്പോർഷണൽ ടു 2 Ca പവർ n. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം RA ഡിവൈഡഡ് ബൈ 8 ടൈംസ് RA ഈസ് ഈക്വൽ ടു Ca ഡിവൈഡഡ് ബൈ 2 Ca ദി ഹോൾ പവർ n. RA വെട്ടിപ്പോയി, CA വെട്ടിപ്പോയി. അപ്പം 1/2 പവർ n is equal to 1/8. ഇനി 8നെ 2 ക്യൂബ് എന്ന് എഴുതിയാൽ ഇറ്റ് വിൽ ബി 1/2 ദി ഹോൾ ക്യൂബ്. അപ്പം n is equal to 3. അപ്പോൾ ആൻസർ വിൽ ബി 3. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, അത് ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ടി ഹാഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് ln2 ഡിവൈഡഡ് ബൈ k അല്ലെങ്കിൽ 0.693 ഡിവൈഡഡ് ബൈ k. ഇത് ln ആണ്, log 2 അല്ല, വ്യത്യാസമുണ്ട്. ദിസ് വിൽ ബി ബേസ് ഇ, അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതല്ല ഇതല്ല ln2 ഡിവൈഡഡ് ബൈ k. Answer is C. Next question, the value of steric factor P in the equation K is equal to Pz e raised to E by RT usually ranges from. അപ്പോൾ അതും Arrhenius equation ആണ്. P is the steric factor, S Z collision frequency എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, +2 ടെക്സ്റ്റിലൊക്കെ ഉള്ളതാണ്. സോ ഇറ്റ് വിൽ ബി 1 to 10 raised to -8. 1 to 10 raised to -8 ആണ് സ്റ്റെറിക് ഫാക്ടറിൻ്റെ റേഞ്ച്. 1 to 10 raised to -8. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ, വേരിയബിൾസ് അഫക്റ്റിംഗ് ദി റേറ്റ് ഓഫ് എ ഹോമോജീനിയസ് റിയാക്ഷൻ. അപ്പോൾ റേറ്റിനെ പ്രഷർ ബാധിക്കും, ടെമ്പറേച്ചർ ബാധിക്കും, കമ്പോസിഷനും ബാധിക്കും. സോ ആൻസർ ഇസ് ഡി. പ്രഷർ ഗേഷ്യസ് റിയാക്ഷൻസ് ആണെങ്കിൽ പ്രഷറിൻ്റെ ടേംസിലും കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പം പ്രഷർ ബാധിക്കും. റേറ്റ് ഇക്വേഷൻ ഓൾറെഡി കോമ്പോസിഷൻ ടേംസ് ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ, റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആണ്. അപ്പം റേറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആൻസർ ഇസ് ഡി, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഡാഷ് ഓർഡർ റിയാക്ഷൻ ദി യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് റേറ്റ് ആർ ദി സെയിം. അപ്പം റേറ്റിൻ്റെയും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെയും യൂണിറ്റ് സെയിം ആയിരിക്കുന്നത് ഏത് റിയാക്ഷൻ? അപ്പം റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ പെർ ടൈം ആണ് റേറ്റിൻ്റെ യൂണിറ്റ്. ഇനി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ കണ്ടു, മോൾ പെർ ലിറ്റർ റേസ് ടു 1 - n 1/time. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ 1 - n മസ്റ്റ് ബി ഈക്വൽ ടു 1 അല്ലെങ്കിൽ n is equal to 0 for a zero order reaction. Okay, next one, a chemical reaction occurs when the energy of the reactant molecule is equal to or more than the activation energy. Activation energy ആണ് the minimum energy required for a chemical reaction. അപ്പം ഒന്നെങ്കിൽ EA വേണം അല്ലെങ്കിൽ EAക്കാളും കൂടുതലായിരിക്കണം. So it should be equal to or more than the activation energy is the answer. Next question,
സ്പേസ് വെലോസിറ്റി എന്താണെന്നാണ്. അപ്പോൾ സ്പേസ് ടൈം, സ്പേസ് വെലോസിറ്റി രണ്ട് കാര്യമുണ്ട്. സ്പേസ് ടൈം is the time required to complete one reactor volume of feed. Space velocity, number of reactor volume of feed processed in unit time. അതാണ് സ്പേസ് വെലോസിറ്റി. അപ്പോൾ അതിൽ ആദ്യത്തേത് ഡിസ്ക്രൈബ്സ് ദി എക്സ്റ്റെൻസീവ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്യൂബുലാർ ഫോർ റിയാക്ടർ. ശരിയാണ്. ഇറ്റ് ഈസ് ദി മാക്സിമം ഫീഡ് റേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി റിയാക്ടർ ഫോർ എ ഗിവൺ കൺവേർഷൻ. അതും ശരിയാണ്. ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ദി ഈസ് ഓഫ് ദി റിയാക്ഷൻ. ഇതെല്ലാം സ്പേസ് വെലോസിറ്റിയുടെ പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓൾ ആർ റൈറ്റ്. സോ ഓൾ ABC. അപ്പോൾ അത് നോക്കി വെക്കാം. എന്താ സ്പേസ് വെലോസിറ്റി എന്താണെന്ന് ഉള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി യു ക്യാൻ ചെക്ക് ഓൾ ദി ഓപ്ഷൻസ്. ഓക്കെ. Next one, for the reaction 2x plus y giving z, the rate of formation of z is 0.2 gram mole per liter hour. What is the rate of disappearance of x? അപ്പോൾ അത് ആ ജനറൽ ഇക്വേഷൻ എഴുതിയാൽ മതി. മൈനസ് RX ബൈ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇസ് ഈക്വൽ ടു RY ബൈ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇസ് ഈക്വൽ ടു RZ ബൈ അതിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇനി എക്സും സെഡും കൂടെ റിലേറ്റ് ചെയ്താൽ RX മൈനസ് RX ഇസ് ഈക്വൽ ടു 2 ടൈംസ് RZ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 0.2. 2 ഇൻറ്റു 0.2 ഈസ് 0.4. നെഗറ്റീവ് സൈൻ എടുക്കണ്ട, കാരണം ചോദ്യം എന്താ, ദി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നാണ് ചോദ്യം. സോ അതിൽ നെഗറ്റീവ് സൈൻ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. സോ ആൻസർ വിൽ ബി സിംപ്ലി 0.4. Next question, the rate constant of a chemical reaction increases by increasing the temperature. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്, by Arrhenius law. K is equal to K naught e raised to EA divided by RT. അപ്പം കെയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രഷർ ഇല്ല, കോൺസെൻട്രേഷനും ഇല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാച്ച് റിയാക്ടർ is characterized by കോൺസ്റ്റൻറ്റ് റെസിഡൻസ് ടൈം. അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ബാച്ച് റിയാക്ടറിൻ്റെ ആ ടൈമിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ദാറ്റ് വിൽ ബി ഇൻ്റഗ്രൽ 0 to XA dXA ബൈ -RA. ഇതാണ് ബാച്ച് റിയാക്ടറിൻ്റെ പെർഫോമൻസ് ഇക്വേഷൻ. അപ്പോൾ റെസിഡൻസ് ടൈം കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് വേരീസ് വിത്ത് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആസ് വെൽ ആസ് കൺവെർഷൻ. വെരി ലോ കൺവെർഷൻ അത് നമുക്ക് പറയാൻ പറ്റില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിസ്റ്റം. യൂഷ്വലി ബാച്ച് റിയാക്ടേഴ്സിന് കൺവെർഷൻ കൂടുതലാണ്. പിന്നെ വേരിയേഷൻ ഇൻ റിയാക്ടർ വോളിയം ഇല്ല, കാരണം റിയാക്ടർ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ റിയാക്ടർ അടച്ചു വെച്ചിട്ടാണ് റിയാക്ഷൻ നടത്തുന്നത്. സോ ദി റിയാക്ടർ വോളിയം ഇസ് ഫിക്സ്ഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി പെർഫോമൻസ് ഇക്വേഷൻ. വേരിയേഷൻ ഇൻ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റിയാക്ഷൻ മിക്സ്ചർ വിത്ത് ടൈം, അത് ശരിയാണ്. എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ അതായത് റേറ്റിനെയും പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റിയാക്ഷൻ മിക്സ്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം കൺവെർഷനെയും റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്നതാണ് എന്ത് ബാച്ച് റിയാക്ടർ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് റിയാക്ഷൻ റേറ്റ്. അപ്പം റിയാക്ഷൻ റേറ്റിൻ്റെത് ഞാൻ പറഞ്ഞു, മോൾ പെർ ലിറ്റർ 1/time. അപ്പം മോൾസ് ഫോർ മീഡിയം പെർ സർഫസ് ഓഫ് ദി പെർ ടൈം സെയിം ആണ്. മോൾസ് ഫോംഡ് പെർ വോളിയം ഓഫ് ദി റിയാക്ടർ ടൈം ആണ്. മോൾസ് ഫോംഡ് പെർ വോളിയം ഓഫ് ദി കാറ്റലിസ്റ്റ് പെർ ടൈം. അപ്പോൾ ഇത് കാറ്റലിസ്റ്റും കൂടെ വരുന്ന കേസിലാണ് ഈ ഒരു രണ്ട് എക്സ്പ്രഷൻ. കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ഏരിയയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് റേറ്റിനെ ഡെപ്പിക്റ്റ് ചെയ്യാം. സോ അതാണ് ഇത് രണ്ടെണ്ണം ഉള്ളത്. സോ ഇതെല്ലാം റേറ്റിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. സോ നൺ ഓഫ് ദിസ്, ഇത് ഓൾ ആർ വാലിഡ് ഫോർ എക്സ്പ്രഷൻസ് ഓഫ് റേറ്റ്. കാറ്റലിറ്റിക് റിയാക്ഷൻസിന് മറ്റേ നേരത്തെ കണ്ട ഇക്വേഷൻസ് വാലിഡ് ആണ്. ഇനി അടുത്തത്, the delta G free energy change for a chemical reaction is very large and negative. അപ്പോൾ ഡെൽറ്റ ജിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, -RT ln K. അത് ലാർജ് ആൻഡ് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? വെൻ K ഈസ് വെരി മച്ച് പോസിറ്റീവ്.
k ഒരുപാട് പോസിറ്റീവ് ആയാൽ ln k will remain a very large value, so delta g will be very very negative. So it is very much feasible. Reaction ഒരുപാട് feasible ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, so answer is C, very much feasible. Next one, for all positive reaction orders for a particular duty, mixed reactor is always larger than plug flow reactor. അത് ശരിയാണ്, that is the right answer. അപ്പം ഏത് പോസിറ്റീവ് ഓർഡറിനും കൺവെർഷൻ വിൽ ബി മോർ ഫോർ PFR. അതാണ് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ കണ്ടത്. ഓർ ദി ട്യൂബുലർ റിയാക്ടർ, പ്ലഗ് ഫ്ലോ റിയാക്ടർ അല്ലെങ്കിൽ ട്യൂബുലർ ഫ്ലോ റിയാക്ടർ. ആൻഡ് വോളിയം എപ്പോഴും കൂടുതൽ ആർക്കായിരിക്കും? CSTRനായിരിക്കും. സോ അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പം ഫോർ ഓൾ പോസിറ്റീവ് ഓർഡേഴ്സ് ദി വോളിയം ഓർ ദി സൈസ് ഓഫ് എ CSTR വിൽ ബി ഗ്രേറ്റർ ദാൻ PFR. And for all positive orders the conversion will be greater for a PFR as compared to a CSTR. അത് രണ്ടും റിയാക്ടേഴ്സിലുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു മാക്സിമൈസ് ദി ഫോർമേഷൻ ഓഫ് R in the simultaneous reactions, രണ്ട് റിയാക്ഷൻ ഉണ്ട്, അതിൻ്റെ റേറ്റും തന്നിട്ടുണ്ട്, we should have. അപ്പോൾ ഇങ്ങനെ എപ്പോൾ വന്നാലും ആ റേറ്റ് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം RR divided by RS is equal to 2CA raised to 0.5 CB square divided by 1.5 CA CB. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 4/3 CB divided by CA raised to 0.5. അപ്പോൾ ഇതെന്താണ്? RR divided by RS. നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് R ആണ്. അതായത് RR കൂടണമെങ്കിൽ CB കൂടണം ആൻഡ് CA കുറയണം. അപ്പോൾ ലോ CA ഹൈ CB, ലോ CA ഹൈ CB. ആൻസർ ഇസ് B. ഇനി 36, the rate of a gas phase reaction is given by so and so. If the volume of the reaction vessel is reduced to 1/4 of the initial volume, then the reaction rate. അപ്പോൾ ഇനീഷ്യൽ വോളിയം V എന്ന് എടുത്താൽ V1 എടുക്കാം. അപ്പം V2 will be V1 divided by 4 എന്ന് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ വോളിയം എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ റേറ്റ് തന്നിട്ടുണ്ട്, റേറ്റ് ഇസ് ഈക്വൽ ടു KCA/CB. ഇനി CAയും CBയും എന്താ? കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷനെ നമുക്ക് NA, നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ വോളിയം എന്നാക്കാം. അതുപോലെ CBനെ NB ഡിവൈഡഡ് ബൈ V എന്നാക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസിൽ R1 ഇസ് ഈക്വൽ ടു K മാറില്ല, റേറ്റ് കോൺസ്റ്റൻറ്റ് ഇതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. NA ഡിവൈഡഡ് ബൈ V1 ഇൻറ്റു NB divided by V1. ഇനി R2 എന്താ? K ഇൻറ്റു NA divided by V2 NB divided by V2. R1 by R2 എടുത്താൽ K വെട്ടി NA NB എല്ലാം വെട്ടിപ്പോവും. V2 divided by V1 the whole square എന്ന് കിട്ടും. ഇനി V2 എന്താ? V1 by 4 ആണ്. അപ്പം V1 square divided by 16 into V1 square. V1 square ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ R2 is 16 times R1 എന്ന് കിട്ടും. ഓക്കെ, so the reaction rate compared to the original rate will be 16 times. Answer is B. അപ്പം വോളിയമായിട്ട് എങ്ങനെ ഗ്യാസ് റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് വോളിയമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കാം. കോൺസെൻട്രേഷനെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി റിയാക്ടർ എന്ന് മാറ്റാം. ഇനി എ പ്ലഗ് ഫ്ലോ റിയാക്ടർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ കപ്പാസിറ്റി പറയാൻ പറ്റില്ല, പ്രസൻസ് ഓഫ് ആക്സിയൽ മിക്സിംഗ് 0 ആണ്. പ്രസൻസ് ഓഫ് ലാറ്ററൽ മിക്സിംഗ്, അതാണ് റേഡിയൽ മിക്സിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പം 37 C ആണ്. കോൺസ്റ്റന്റ് കമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി റിയാക്ടർ, ദാറ്റ് കനോട്ട് ബി എൻഷ്യൂർഡ്, അത് റിയാക്ഷൻ അനുസരിച്ച് മാറുന്ന ഒരു എൻറ്റിറ്റി അല്ലേ. സോ ഓൺലി തിങ് പ്രസൻസ് ഓഫ് ലാറ്ററൽ മിക്സിംഗ്.
ഇനി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഡിസൈഡ്സ് ദി എന്താണെന്നാണ്. അപ്പം സേ H2 plus 2H2 plus O2 giving H2O 2H2O. അപ്പോൾ ഇതിൽ നമുക്ക് 2 മോള് ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും ഉണ്ടെങ്കിൽ 2 മോള് വാട്ടർ കിട്ടും. അപ്പോൾ സേ 10 മോള് ഓഫ് ഈച്ച് ഉണ്ട്. 10 മോൾ H2 ഉണ്ട്, 10 മോൾ O2 ഉണ്ട്. അപ്പം 10 മോള് ഓക്സിജനും ഉണ്ട്, 10 മോള് ഹൈഡ്രജനുമാണ് നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിൽ ഉള്ളത്. ഓക്കെ, പക്ഷെ എന്താണ്, 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ വേണം. ഓക്കെ, അപ്പം നമുക്കിവിടെ 10 മോള് ആരുണ്ട്, ഓക്സിജൻ ഉണ്ട്, പക്ഷേ അതിന് 10 മോൾ ഹൈഡ്രജനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ ഫുള്ളി നടക്കാൻ പറ്റില്ല, കാരണം 10 മോൾ ഹൈഡ്രജൻ ലാക്കിങ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എന്ത് ഡിസൈഡ് ചെയ്യും, ആ റിയാക്ഷൻ്റെ കൺവെർഷനെ ഡിസൈഡ് ചെയ്യും. അതായത് എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഹൈഡ്രജൻ ആയിരിക്കും ഡിറ്റർമിൻ ചെയ്യുക. അതായത് ഇപ്പം 10 മോളേ ഉള്ളെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വാട്ടറല്ലേ ഫോം ചെയ്യൂ. ഓക്സിജൻ എത്ര കൂടുതലുണ്ടെങ്കിലും ഹൈഡ്രജൻ അത്രയും ആവാതെ റിയാക്ഷൻ വിൽ നോട്ട് പ്രൊസീഡ്. സോ ദാറ്റ് ഡിറ്റർമിൻസ് ദി കൺവെർഷൻ ഓഫ് ദി റിയാക്ഷൻ. എത്ര ഓക്സിജൻ അല്ലെങ്കിൽ എത്ര ഹൈഡ്രജൻ വാട്ടറിലേക്ക് മാറണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഹൈഡ്രജൻ ആണ്. സോ ഇറ്റ് ഡിസൈഡ്സ് ദി കൺവെർഷൻ. സോ ആൻസർ ഇസ് ബി. ഇനി അടുത്തത് ദി എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ എന്താ, XA ആണ്. ദി കൺവെർഷൻ തന്നെ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. ശരിയാണ്, XA റിയാക്റ്റൻറ്റിനാണ്, പ്രൊഡക്റ്റിന് നമുക്ക് XP A ഗിവിങ് P ആണെങ്കിൽ XP എന്ന് എഴുതിയാൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. പിന്നെ ഡൈമെൻഷൻ ലെസ് ആണ്, അതും ശരിയാണ്. CA0 - CA/CA0 ആണ്, ഇറ്റ് വിൽ ക്യാൻസൽ ഔട്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ്. ഓഫ് കോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇപ്പം എങ്ങനെ, 1 മോളിന് 1 കിട്ടും. അപ്പോൾ 1 മോളിന് 1 ആണെങ്കിൽ നമുക്ക് 1:1 ആയി എടുക്കാം. അപ്പോൾ 1 മോളിന് 2 മോളാണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച്. So obviously it depends upon the stoichiometry. So it will be all of the above. It depends on all the factors mentioned in the options. Next question. The half-life period of decomposition of a liquid A by reversible first order reaction is 12 minutes. The time required for 75% conversion. അപ്പോൾ അത് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. But there is a simple method. T 75% is equal to 2 times T half. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ടൈം ടേക്കൺ ഫോർ 75% കംപ്ലീഷൻ ഇസ് 2 times ദി ടൈം ടേക്കൺ ഫോർ 50% കംപ്ലീഷൻ. അപ്പം T half ഇവിടെ 12 തന്നിട്ടുണ്ട്. അപ്പം 2 × 12 is 24 minutes. That will be your answer box. Any next question. The rates of a certain reaction at different times are as follows. Rate തന്നിട്ടുണ്ട്. The order of the reaction is. യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നാൽ സിംപ്ലസ്റ്റ് തിങ് ഒരു റഫ് ഗ്രാഫ് അങ്ങോട്ട് പ്ലോട്ട് ചെയ്യുക, റേറ്റ് വെർസസ് ടൈം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലീനിയർ ആണോ അല്ലെങ്കിൽ പാരാബോളിക് ആണോ ലോഗരിതമിക് ആണോ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടും. പക്ഷേ ഇവിടെ ഈ ഡാറ്റയ്ക്ക് ഒരു പെക്യുലാരിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ അറ്റ് ടൈം 0 ദി റേറ്റ് ഇസ് 2.8 10⁻⁻². 19 2.78. 2.78 is almost 2.8 തന്നെ ഇൻറ്റു 10⁻². 20 2.81 ആണ്, അതും ഓൾമോസ്റ്റ് ഈക്വൽ ടു 2.8 ഇൻറ്റു 10⁻². 30 2.79, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2.8. അതായത് ടൈം മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നില്ല, റേറ്റ് മാറുന്നില്ല. അപ്പം റേറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. റേറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഏത് ഓർഡർ റിയാക്ഷനാണ്? 0 ഓർഡർ റിയാക്ഷനാണ്. റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഡസ് നോട്ട് വേരി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം ഇതിപ്പം 0 ഓർഡർ ആയതുകൊണ്ട് എളുപ്പമായി. വേറെ ഏതെങ്കിലും ഓർഡർ ആണെങ്കിൽ ഒരു റഫ് പ്ലോട്ട് വരച്ച് നോക്കിയാൽ നമുക്കത് പറയാൻ പറ്റും.
Next question, reactions in which the rate equation corresponds to a stoichiometric equation are called. Elementary reaction, അത് elementary reactionന്റെ definition തന്നെയാണ്. Stoichiometric കോഎഫിഷ്യന്റിനെ നമുക്ക് റേറ്റ് ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് elementary reactionsന് മാത്രമാണ്. അതൊരു പ്രോബ്ലമാണ്. ദി കെമിക്കൽ reaction 2O3 giving 3O2 proceeds as follows. അപ്പോൾ ഇതാണ് ഓവറോൾ റിയാക്ഷൻ. അത് പ്രൊസീഡ് ചെയ്യുന്നത് ഈ രണ്ട് സ്റ്റെപ്പ് വഴിയാണ്. സോ അതിൻ്റെ റേറ്റ് ലോ എന്താകണം എന്നാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഐഡിയ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ആൻ എലിമെൻ്ററി റിയാക്ഷൻ. അപ്പോൾ ഒരിക്കലും നമുക്ക് KO3 സ്ക്വയർ എന്ന് എഴുതാൻ കഴിയില്ല. സോ ദിസ് ഈസ് ഔട്ട് ഓഫ് ദി പിക്ചർ. അതല്ല ആൻസർ. എനിവേ നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള രണ്ട് ഇക്വേഷൻ്റെയും റേറ്റ് എക്സ്പ്രഷൻ എഴുതുക. അപ്പോൾ ഇത് നോക്കിയാൽ ദി സെക്കൻഡ് വൺ ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അത് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എഴുതാം. ദാറ്റ് വിൽ ബി സം K ഇൻറ്റു O3. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് എഴുതാം. RB ഈസ് K ഇൻറ്റു O2 ഇൻറ്റു O. ഇനി ഇത് ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്ത് പറ്റും? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആകും. ദാറ്റ് ഈസ് O2O ഡിവൈഡഡ് ബൈ O3. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നമുക്കിങ്ങനെ എഴുതാം, O2O ഡിവൈഡഡ് ബൈ O3. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഫൈനൽ റേറ്റ് ഇക്വേഷനിൽ ഇൻ്റർമീഡിയറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സേ ഞാൻ ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുകയാണ്. ഐ എം ആഡിങ് ദീസ് ഇക്വേഷൻ. എന്ത് കിട്ടും? O3 പ്ലസ് O3 2O3 കിട്ടും, പ്ലസ് ഒരു O വരും. ദാറ്റ് വിൽ ബി ഗിവിങ് O2 പ്ലസ് 2O2 3O2 വരും, പ്ലസ് ഒരു Oയും കൂടെ വരും. അപ്പം ഈ Oയും ക്യാൻസൽ ചെയ്താൽ ഐ വിൽ ഗെറ്റ് ദി ഓവറോൾ ഇക്വേഷൻ 2O3 ഗിവിങ് 3O2. ഓക്കെ, അപ്പോൾ അതിനർത്ഥം O ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് എന്നാണ്. ഓക്കെ, സോ അതിൻ്റെ കോൺസെൻട്രേഷൻ DO ബൈ DT വിൽ ബി നിയർലി ഈക്വൽ ടു 0 ബൈ ദി സ്യൂഡോ സ്റ്റഡി സ്റ്റേറ്റ് അസംഷൻ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഓയുടെ ടേം എലിമിനേറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ റേറ്റ് എഴുതിയാൽ എന്ത് കിട്ടും? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു O ഇൻറ്റു O3 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഓയ്ക്കൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചാൽ അതങ്ങ് മാറിക്കോളും O. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? O എന്തായിരിക്കും? KO3 ഡിവൈഡഡ് ബൈ O2 ആണെന്ത്? കോൺസെൻട്രേഷൻ ഓഫ് O എന്ന് മനസ്സിലാവും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K ഇൻറ്റു ക്യാപിറ്റൽ K ഇൻറ്റു O3 ഡിവൈഡഡ് ബൈ O2 ഇൻറ്റു O3. അപ്പോൾ ഇത് വേറൊരു കോൺസ്റ്റൻ്റ് വേറൊരു K ആക്കി ഞാൻ മാറ്റുന്നു. രണ്ട് O3 ഉണ്ട്, അപ്പോൾ O3 സ്ക്വയർ ആവും. പിന്നെ ഒരു O2 താഴെയുണ്ട്, അത് O2 പവർ -1 ആകും. അപ്പം ഇത് ദാറ്റ് ഈസ് ദി ഓപ്ഷൻ ബി. ഇതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതാണ് സിംപ്ലസ്റ്റ് പ്രൊസീജിയർ. ഓരോ ഇൻ്റർമീഡിയറ്റ് ഇക്വേഷൻ്റെയും റേറ്റ് എക്സ്പ്രഷൻ എഴുതി നോക്കുക. എന്നിട്ട് എലിമിനേറ്റ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ്സ് എവിടെ ഉണ്ടോ അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫൈനൽ റേറ്റ് എക്സ്പ്രഷനിൽ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഒരു ടേമിൻ്റെ കോൺസെൻട്രേഷനും പാടില്ല. അപ്പോൾ ഇവിടെ O ആണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ്. അപ്പം ഫൈനൽ ഇക്വേഷനിൽ വരാത്തത് ആരൊക്കെയാണോ ദേ ഓൾ ക്യാൻ ബി കോൾഡ് ആസ് ആൻ ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, അപ്പം ഫൈനൽ ഇക്വേഷൻസിലുള്ള എൻറ്റിറ്റീസിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ വോളിയം ഇസ് നോൺ ആസ്. അതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ആക്റ്റീവ് മാസ്. നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ. ഇനി ഇത് ഇൻവെർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതൊരു സ്റ്റാൻഡേർഡ് റിയാക്ഷനാണ്. C12H22O11 പ്ലസ് H2O എന്ത് കിട്ടും? C6H12O6 പ്ലസ് C6H12O6. അപ്പോൾ ഇത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്.
അപ്പോൾ ഐഡിയലി അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആകണം, പക്ഷേ അതൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. സ്യൂഡോ എന്ന് വെച്ചാൽ ഫോൾസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കാരണം ദി വാട്ടർ കോൺസെൻട്രേഷൻ ഈസ് ഇൻ എക്സസ്. വാട്ടർ നമ്മൾ എപ്പോഴും എക്സസിലാണ് എടുക്കുന്നത്. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ വി മസ്റ്റ് ടേക്ക് എക്സസ് ഓഫ് വാട്ടർ. അപ്പോൾ നമ്മൾ റേറ്റ് എഴുതുമ്പം R ഈസ് ഈക്വൽ ടു K ഇൻറ്റു സി ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു വാട്ടറാണ്. അപ്പോൾ ഇത് എക്സസ് എന്ന് വെച്ചാൽ ദിസ് ഈസ് വെരി ലാർജ്, ഭയങ്കര വലുതാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ്, അതങ്ങ് കോൺസ്റ്റൻ്റ് ആക്കി മാറും. സോ റേറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ. അപ്പോൾ അതിൻ്റെ ഓർഡർ 1 ആണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് വി വിൽ മാർക്ക് ഇറ്റ് എസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അവർ ആൻസർ. ഇറ്റ് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The unit of rate constant obeying the rate expression R is equal to KAB R raised to 2/3. അപ്പോൾ അതിൽ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഓർമ്മയുണ്ടല്ലോ, മോൾ പെർ ലിറ്റർ റേസ് ടു 1 - n ടൈം ഇൻവേഴ്സ്. ഇതാണ് ദി ജനറൽ യൂണിറ്റ് ഓഫ് എ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് n, വാട്ട് ഈസ് n, ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. ഓർഡർ ഓഫ് ദി റിയാക്ഷൻ അറിയാമെങ്കിൽ K റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. റേറ്റ് എക്സ്പ്രഷനിൽ എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കും? ഓർഡർ ഈസ് നത്തിങ് ബട്ട് ദി സം ഓഫ് ദി പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ്. അപ്പോൾ എയുടെ പവർ 1, ബിയുടെ പവർ 2/3. സോ ഇറ്റ് വിൽ ബി 5/3. ഓക്കെ, അപ്പം n 5/3 ആണ്. അപ്പോൾ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 - 5/3 ഈസ് -2/3. അപ്പം മോൾ റേസ് ടു -2/3 ലിറ്റർ റേസ് ടു 2/3 ടൈം ഇൻവേഴ്സ്. ഇതായിരിക്കും യൂണിറ്റ് ഓഫ് ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. ആൻസർ ഇസ് എ. എ ആണ് നമ്മുടെ ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The space time is denoted by tau and space velocity is s. Tau is equal to 1/s എന്ന് എഴുതാം, അല്ലെങ്കിൽ s is equal to 1/tau എന്ന് എഴുതാം. സ്പേസ് ടൈമും സ്പേസ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധമാണിത്. അപ്പം tau dot s will be equal to 1. അതാണ് the result. അപ്പം tau dot s is equal to 1 is the result. ഇനി അടുത്തത്, ഫോർ ദി ഫസ്റ്റ് ഓർഡർ ലിക്വിഡ് ഫേസ് റിയാക്ഷൻ ഒരു പ്രോബ്ലമാണ്. PFRലാണ് കണ്ടക്ട് ചെയ്യുന്നത്. 5 ലിറ്റർ വോളിയം ഉണ്ട്. വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, ഇൻലെറ്റ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, എക്സിറ്റ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് കോൺസ്റ്റൻറ്റ് K ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ വി സ്റ്റാർട്ട് വിത്ത് ദി ബേസിക് പെർഫോമൻസ് ഇക്വേഷൻ. അപ്പം V divided by FA naught is equal to tau divided by CA naught, that is equal to integral 0 to XA dXA by minus RA. ഇതാണ് പെർഫോമൻസ് ഇക്വേഷൻ ഫോർ PFR. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പം -RA എന്തായിരിക്കും? ഇറ്റ് വിൽ ബി KCA ആണ്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇനി CAക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കണം ഇൻ ടേംസ് ഓഫ് CA naught. അപ്പം അതിന് നമുക്ക് XA എന്താണെന്നറിയാം. XA ഈസ് 1 - CA ഡിവൈഡഡ് ബൈ CA naught ആണെന്നറിയാം. ഇനി ഇപ്പുറത്തേക്ക് എടുത്താൽ CA/CA naught is equal to 1 - XA or CA is equal to CA naught into 1 - XA. അപ്പം ഇങ്ങനെ CAനെ നമുക്കിങ്ങനെ മാറ്റാം. അപ്പോൾ ആ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to XA dXA ഡിവൈഡഡ് ബൈ KCA എന്ന് മാറ്റി. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to XA dXA ഡിവൈഡഡ് ബൈ CA naught KCA naught ഇൻറ്റു 1 - XA. അപ്പോൾ ഇത് XA ആണ് വേരിയബിൾ. XAയുടെ ടേംസിൽ മാറ്റി 1/KCA naught വെളിയിലെടുത്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് -1/KCA naught ln 1 - XA. ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതിയത്.
ഇനി CA നോട്ട് തന്നിട്ടുണ്ട് 2 mol per liter. ഇവിടെ തന്നിട്ടുണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. CA അതായത് എക്സിറ്റ് കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട് 0.5 mol per liter തന്നിട്ടുണ്ട്. ആ രണ്ട് ഡാറ്റയിൽ നിന്ന് നമുക്ക് XA കണ്ടുപിടിക്കാം. that is 1 minus CA divided by CA naught, 1 minus 0.5 by 2, that will be 0.75 XA കിട്ടി. ഇനി എന്താ തന്നിട്ടുള്ള വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് V0 തന്നിട്ടുണ്ട് 1 ലിറ്റർ പെർ മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? FA0 കണ്ടുപിടിക്കണം. ഇനി FA0 എന്താ? വാട്ട് ഈസ് FA0? ദി ഫീഡ് ഫ്ലോ റേറ്റ് ആണ്. that is V0 into CA0 is FA0. V0 CA0 is FA0. അപ്പം V0 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 1 എന്ന്, CA0 തന്നിട്ടുണ്ട് 2, so that will be 2 mol per minute. മോളാർ ഫ്ലോ റേറ്റ് ആണ് FA0. അത് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ചെയ്താൽ മോളാർ ഫ്ലോ റേറ്റ് കിട്ടും ഇൻ മോൾ പെർ മിനിറ്റ്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ V by FA0, V is the volume of reactor. വോളിയം ഓഫ് റിയാക്ടറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ലിറ്ററിന്. അപ്പം 5 ഡിവൈഡഡ് ബൈ FA0 is the molar flow rate. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 2 mol per minute. 2 that is equal to ഈ പാർട്ടാണ് മൈനസ് 1 by K. CA0 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2 തന്നെ. XA ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 75%. അപ്പോൾ എല്ലാ ടേംസും ആയി, K മാത്രമേ ഉള്ളൂ അൺനോൺ. സോ K ഈസ് ഈക്വൽ ടു 0.28 എന്ന് കിട്ടും. ഓക്കെ, upon substitution you will be getting K as 0.28. so K is 0.28. The next question is again a numerical. The liquid phase reaction A giving B plus C is conducted isothermally at 50 degrees Celsius in a CSTR. അപ്പോൾ നേരത്തെ PFR ആയിരുന്നു, ഇവിടെ അത് CSTR ആയി മാറുന്നേ ഉള്ളൂ. ദി ഇൻലെറ്റ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, സ്പേസ് ടൈം ടൗ തന്നിട്ടുണ്ട്, എക്സിറ്റ് കോൺസെൻട്രേഷൻ CA തന്നിട്ടുണ്ട്, റേറ്റ് ഇക്വേഷനും തന്നിട്ടുണ്ട് CA പവർ 0.5. വി നീഡ് ടു ഫൈൻഡ് ദി റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെയും റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. CSTR ആണ്. അപ്പം പെർഫോമൻസ് ഇക്വേഷൻ എഴുതി. വിൽ സ്റ്റാർട്ട് ഫ്രം ദെയർ. പെർഫോമൻസ് ഇക്വേഷൻ ഫോർ CSTR എന്തായിരുന്നു? മറ്റേതുപോലെ തന്നെയാണ്, ഇൻ്റഗ്രലിൽ നിന്നേ ഉള്ളൂ. V ഡിവൈഡഡ് ബൈ FA0 ഇസ് ഈക്വൽ ടു XA ഡിവൈഡഡ് ബൈ മൈനസ് RA, ദാറ്റ് ഈസ് ഈക്വൽ ടു ടൗ ഡിവൈഡഡ് ബൈ CA0. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ RAക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് V അറിയില്ല, അപ്പോൾ ഈ സൈഡ് നമുക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. സോ വിൽ മേക്ക് യൂസ് ഓഫ് ദിസ് സൈഡ്. അപ്പം മൈനസ് RA ഇസ് ഈക്വൽ ടു CA0 XA ഡിവൈഡഡ് ബൈ ടൗ. അത് ഞാൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനി CA0 XA എന്താ? നമ്മൾ നേരത്തെ എഴുതി XA is equal to 1 minus CA by CA0 എന്ന് എഴുതി. അപ്പം 1 minus XA is equal to CA by CA0, അല്ലെങ്കിൽ CA is equal to CA0 minus CA0 XA. അപ്പം CA0 XA എന്താ? CA0 XA is equal to CA0 minus CA. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. that is equal to CA0 minus CA divided by tau. CA0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻലെറ്റ് കോൺസെൻട്രേഷൻ 8, CA തന്നിട്ടുണ്ട് എക്സിറ്റ് കോൺസെൻട്രേഷൻ 4, ടൗ തന്നിട്ടുണ്ട് 5 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇനി RA ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം RA is K CA പവർ 0.5 is equal to CA0 minus CA by tau. ഇനി ടേംസിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K 4 raised to 0.5 is equal to 8 minus 4 by 5. അതിൽ നിന്ന് K will be 0.4
mole per liter power 1/2 minute inverse, that will be K. Mole per liter 1/2 minute inverse 0.4. So C will be the answer. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ചില ക്വസ്റ്റ്യനിൽ ഈ യൂണിറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തരാം. സോ പ്രോപ്പറായിട്ട് യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ. Now the last question, the reaction A giving B is conducted in an isothermal batch reactor. So if the conversion of A linearly increases with holding time, then the order of the reaction is. അപ്പോൾ ഇതൊരു ബാച്ച് റിയാക്ടറാണ്. ബാച്ച് റിയാക്ടറിൻ്റെ പെർഫോമൻസ് ഇക്വേഷൻ അത് ടൈം ഇക്വേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു CA0 ഇൻ്റഗ്രൽ 0 to XA dXA ഡിവൈഡഡ് ബൈ -RA ആണ്. അപ്പോൾ ഇതിലിപ്പം പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നുമില്ല. നമ്മൾ ഓപ്ഷൻ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സിംപ്ലസ്റ്റ് വൺ സീറോ ഓർഡർ ആണ്. വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പം സീറോ ഓർഡറിന് എന്താ -RA ഈസ് ഈക്വൽ ടു K. കോൺസെൻട്രേഷൻ ടേം ഇല്ല. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു CA0 ഇൻറ്റു dXA ബൈ K നമുക്ക് വെളിയിലെടുക്കാം. dXA ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്രം 0 to XA യു വിൽ ബി ഗെറ്റിംഗ് XA ഇറ്റ് സെൽഫ്. അപ്പം CA0 XA ഡിവൈഡഡ് ബൈ K എന്ന് കിട്ടും ഈസ് ഈക്വൽ ടു T. ഓക്കെ, അപ്പോൾ ഇതിൽ CA0ഉം Kയും കോൺസ്റ്റൻ്റ് ആണ്. വേരിയബിൾ XAയും ടൈമുമാണ്. അപ്പോൾ ഇത് y ഈസ് ഈക്വൽ ടു mx ഫോം, വേർ സ്ലോപ്പ് ഇസ് CA0 ബൈ K. x എന്ന് വെച്ചാൽ ഇത്. സോ ഇറ്റ് വിൽ ബി എ ലീനിയർ പ്ലോട്ട് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പം ദി കൺവേർഷൻ അവേ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഹോൾഡിംഗ് ടൈം. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇറ്റ് ഈസ് എ, സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ അതിപ്പം അറിയില്ല എങ്കിൽ ഓരോ ഓർഡറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എന്തായാലും ഹയർ ഓർഡേഴ്സ് വരാൻ ചാൻസ് കുറവാണ്. സ്റ്റാർട്ട് വിത്ത് ദി ലോവസ്റ്റ് ഓർഡർ, സീറോ ഓർഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായില്ലെങ്കിൽ മാത്രം ഹയർ ഓർഡറിലേക്ക് നോക്കുക. Okay, so that is all. I hope the idea is clear. Thank you so much for listening.